ഏകദേശം വലിയൊരു റാലി നടന്നിട്ട് നിൽക്കുക ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള മുന്നേ ഉള്ള ഹിസ്റ്ററിയൊക്കെ നോക്കണ സമയത്ത് ഇപ്പോൾ ഇതിപ്പോൾ ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഇവിടെയൊക്കെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ വലിയ മൊമെൻറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു റിട്രേസ്മെൻറ്റോ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് നല്ലൊരു കറക്ഷനായിരുന്നു, ഇത്രയും വലിയ സ്ട്രോങ് മൊമെൻറ്റം വന്നിട്ട്. അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ഗോൾഡിൽ ഈ സെല്ലിങ് നടക്കുക വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡയറക്റ്റ് പോയി അതുപോലെ തിരിച്ചു വരൽ മാർക്കറ്റിൽ കുറവാണ്. ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പമ്പിങ് നടത്തും, രണ്ടാമതൊരു പമ്പിങ് നടത്തിയിട്ട് മൂന്നാമതൊരു പമ്പിങ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ടായിരിക്കും എന്താ പറയുക ഈ റിട്രേസ്മെൻറ്റിലോട്ട് മാർക്കറ്റ് വരിക. എന്നിട്ടായിരിക്കും ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റിൽ നല്ലൊരു കൺസോളിഡേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരണം. ഈ രണ്ട് സാധ്യതയാണ് മെയിനായിട്ട് ഗോൾഡിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ നോക്കുന്നതാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഗോൾഡ് അവിടെ ഏകദേശം ആ ഒരു ലെവലിൽ അവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിട്രേസ്മെൻ്റ് എടുത്ത് അടുത്ത ഹൈയിലോട്ട് പോയി രണ്ടാമതും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് നൽകി. എന്നിട്ട് ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് അവിടെ ഒരു റിട്രേസ്മെൻറ്റ് ഏരിയയിൽ വന്ന് നിൽക്കുക ചെയ്യണത്. ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡാറ്റ. ഇനിയല്ല മാർക്കറ്റ് ഇനി വലിയൊരു കൺസോൾട്ടേഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ രീതിയിൽ മൂവ്മെൻറ്റ് വരണം. ഓക്കെ, ഇനി അതേ സമയം ഇനി വലിയ ടൈം ഫ്രെയിമിലോട്ടൊക്കെ നോക്കുന്നതാണെങ്കിൽ മാർക്കറ്റിൽ ടോട്ടൽ നടന്ന മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 50% ഈ ഒരു ഹൈ ടു ലോന്ന് ഒരു 50% ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിളിന് ഏകദേശം ഈ ഒരു പ്രൈസ് ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ഇവിടെയും ഇതിന് താഴെയുള്ള സോണുകളിൽ വെച്ചിട്ട് വരുന്നതും ഇത് കുറേ ഫിൽട്ടർ ചെയ്താൽ നമുക്ക് ഇവിടെയൊക്കെ എൻട്രി ഓപ്പർച്യൂണിറ്റീസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുന്ന സമയത്ത് പൊതുവേ സെല്ലിങ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇപ്പം കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റിൽ പൊതുവെ ഒരു സെല്ലിങ് നടക്കുന്നതിന് മുന്നേ ഇങ്ങനെ പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഓരോ പ്രാവശ്യം ആയി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് സെല്ല് ഇടുന്ന ആൾക്കാരുടെ എല്ലാ സ്റ്റോപ്പ് ലോസും ഇവിടെ വലിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ സെല്ലിങ് നടക്കുക. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വരുന്നൊരു OB ഇവിടെയാണ്. ഏകദേശം ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് ആയാൽ തന്നെ നമുക്ക് ഏകദേശം അടുത്തൊരു സെല്ല് എന്നുള്ള രീതിയിൽ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒന്നും കൂടി വന്ന് ഇവിടെ വന്ന് കറക്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ഇനി കുറച്ച് ഡിപ്പിലോട്ട് വന്നിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ല മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല എന്നല്ല, ആ മൂവ്മെൻറ്റ് ഭയങ്കര വോൾട്ടൈലായിട്ട് പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പം ഏകദേശം നോക്കുന്നതാണ്. ഇപ്പം നിലവിൽ ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഗോൾഡിലൊരു സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ആ സെല്ലിങ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് പിന്നെയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി വന്ന് കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത സെല്ലിങ് എന്നുള്ള രീതിയിൽ നടക്കാം. ചിലപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും സ്വീപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ രണ്ട് പ്രോബബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരുപാട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഹയർ ടൈം ഫ്രെയിമിലോട്ട് ഡയറക്ഷനിലാണ് പറയുന്നത്. ഇനി ഇപ്പോൾ 1 ഹവറിലുള്ള ഓർഡർ ബ്ലോക്കൊക്കെ നോക്കുന്നതാണെങ്കിൽ ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഇപ്പം ലാസ്റ്റിലത്തെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷായിട്ട് മൂവ്മെൻറ്റ് വരണം. അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ബ്രേക്കൗട്ട് നടന്നിട്ട് ഒരു സെല്ലിങ് എന്നുള്ള രീതിയിൽ, വലിയൊരു സെല്ലിങ് അല്ല, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം വരണം എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറച്ച് വോളറ്റൈലായിട്ട് ഇവിടെ നിന്നാണ് കൂടുതൽ ഈ ഓർഡർ ബ്ലോക്ക് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ട്രേഡും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നിലവിലിപ്പം ഞാനിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലിട്ടൊരു ട്രേഡ് ഉണ്ട്. ആ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ, ആ ട്രെൻഡ് ലൈൻ ഇവിടെ സ്വീപ്പ് ചെയ്തു.
ഇവിടുന്ന് സ്വീപ്പ് ചെയ്തിട്ട് റിവേഴ്സ് ആയ സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നിന്നാണ് ട്രേഡ് ഇട്ടത്. ഇനി അത് തന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുന്നതാണെങ്കിൽ ഓരോ പ്രാവശ്യവും സപ്ലൈ എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സപ്ലൈ, പിന്നെ അതിന് ശേഷം ഈ ഒരു പ്രൈസ് ഏരിയയിൽ വന്നു, അടുത്ത സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇനി ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് എടുത്തിട്ട് സെല്ലിങ് എടുക്കാം എന്നുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണെങ്കിൽ ഒരു സെല്ലും, ഇനിയെല്ലാം നല്ല ഡിപ്പ് കിട്ടുന്നതാണെങ്കിൽ ബൈ എന്നുള്ള രീതിയിലായിരിക്കും ഇനി മാർക്കറ്റിലെ ട്രേഡുകൾ ഫോക്കസ് ചെയ്യുന്നത്.